എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പക്ഷെ അതിന് വരുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്തിനാണ് ഒരു ടൈം ടേബിൾ? സിമ്പിൾ ഉത്തരമാണ്, നിങ്ങൾക്ക് എന്തോ ചെയ്യാനുണ്ട്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നടക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആഗ്രഹമുള്ള കാര്യങ്ങൾ ഇന്ന ടൈമിൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഒരു പേപ്പർ കഷ്ണത്തിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് നിങ്ങളത് ഫോളോ ചെയ്യുന്നു. ആ ഫോളോ ചെയ്യുന്ന പേപ്പർ കഷ്ണമാണ് ടൈം ടേബിൾ. ഇതിലാകെയുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ മനസ്സിൽ വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ മറന്നു പോകും, ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടില്ല. ആ പേപ്പറിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ആഗ്രഹമുള്ളത്. ഇനി നിങ്ങൾ ഏറ്റവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാവേണ്ടത് എന്താണ്? നിങ്ങൾക്ക് നടപ്പിലാക്കാൻ, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് ആ ടൈം ടേബിൾ ഉണ്ടാവേണ്ടത്. എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആരല്ല, നിങ്ങളുടെ പേരൻസിന് ചെയ്യാനുള്ള ആഗ്രഹമല്ല, നിങ്ങളുടെ ടീച്ചേഴ്സിനുള്ള ആഗ്രഹമല്ല ആ ടൈം ടേബിൾ ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്? അപ്പോൾ അവിടെ ഏറ്റവും വലിയ ഫാക്ടർ വരുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്താണ് ലൈഫ് കൊണ്ട് വേണ്ടത്? ഇന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ആഗ്രഹം? നിങ്ങൾക്ക് ഇന്ന് ദിവസം മൊത്തം ഗെയിം കളിക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക, യൂട്യൂബ് നോക്കുക ആഗ്രഹമെങ്കിൽ നിങ്ങളത് എഴുതിക്കോ. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് നിങ്ങളുടെ പരീക്ഷയിൽ അല്ലെ സ്കൂളിലെ നിങ്ങളുടെ പെർഫോമൻസ്, അക്കാഡമിക് പെർഫോമൻസിൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് കുറച്ചൊക്കെ ആഗ്രഹമുണ്ട്, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് ഒരു 3 മണിക്കൂറെങ്കിലും ഇന്നത്തെ ദിവസം, 2 മണിക്കൂറെങ്കിലും ഇന്നത്തെ ദിവസം പഠിക്കണം. വെക്കേഷൻ ആണെങ്കിൽ പോലും എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉള്ളാലേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ലൊരു കരിയർ ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പേപ്പറിൽ എഴുതി വെക്കുക. ആ പേപ്പർ നിങ്ങളെ സഹായിക്കും. അതിനോടൊപ്പം ഇൻസ്റ്റാഗ്രാം നോക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതും എഴുതി വെച്ചോ, അതും നമുക്ക് നടപ്പിലാക്കാം. ക്ലിയർ ആണ്? അപ്പോൾ ആ ഉള്ളാലെ ആ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾ അങ്ങോട്ട് ഇനി കണ്ടിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് എന്തെങ്കിലും ഒരു ടൈം ടേബിൾ ഞാൻ തരും, അത് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം മൊത്തം മാറും എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അത് നടക്കാനേ പോകുന്നില്ല. എൻ്റെ മാത്രമല്ല, നിങ്ങൾ ആരുടെ വീഡിയോ എത്ര പ്രാവശ്യം കണ്ടാലും നടക്കാൻ പോകുന്നില്ല, ആസ് ലോങ് ആസ് ഉള്ളിൽ നിന്ന് ആ സാധനം വന്നില്ലെങ്കിൽ. ഓക്കെ, റെഡി? അപ്പോൾ ഈ കാര്യം മനസ്സിലായി. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ടൈം ടേബിൾ ഉണ്ടാക്കുന്ന കാര്യം മനസ്സിലാക്കാം. ഒരു ആക്ച്വൽ ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ വെക്കേഷൻ ദിവസങ്ങളാണ്, നിങ്ങൾക്ക് സ്കൂളിലൊന്നും പോകാനുണ്ടാവില്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി രാവിലെ സമയങ്ങളിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ രാവിലെ മുതൽ നമ്മൾ ടൈം ടേബിൾ തുടങ്ങിക്കോ. പലരും ഉണ്ടാകുന്ന മിസ്റ്റേക്ക്, പഠിക്കാനുള്ള സമയം മാത്രം ടൈം ടേബിളിൽ എഴുതും. വേണ്ട, നിങ്ങൾ ഫുൾ ഡേ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തോ. നിങ്ങളുടെ ഫ്രീ ടൈം എല്ലാം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തോ. അപ്പോൾ രാവിലെ നിങ്ങൾ 7 മണിക്കാണ് എനിക്ക് 7 മണി മുതൽ 9 മണി വരെ നിങ്ങൾ എന്തായാലും പഠിക്കാൻ പോകുന്നുണ്ടാവില്ല. എനിക്കറിയില്ല, ഞാൻ സാമ്പിളാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങളുടെ ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാനാണ് ഇപ്പോൾ 10ാം ക്ലാസ്സിലോ പ്ലസ് ടു ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ രാവിലെ 7 മണിക്ക് ഒന്നും പഠിക്കാൻ പോകുന്നില്ല. ഞാൻ രാവിലെ 7 മണി മുതൽ 9 മണി വരെ ഞാൻ എന്ത് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും, ഞാൻ ചില്ലടിക്കും. ചില്ലടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കും, ചിലപ്പോൾ യൂട്യൂബ് നോക്കും, എൻ്റെ രീതിയിൽ ഓക്കെ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കും, വാട്ടെവർ. ഈ വിഷയമുള്ള കാര്യമല്ല, ഞാൻ പഠിക്കാൻ പോകുന്നില്ല സമയത്ത്. പക്ഷേ നിങ്ങളപ്പോൾ പഠിക്കുമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ഇനി ഈവൻ ബെറ്റർ, ഈ ചില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്ന ആരും കൂടെ എഴുതി വെച്ചോ. ഞാനാണ് അത് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, 9 മണിയാകുമ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. മൊത്തം ചില്ല് ചെയ്യാനാണെങ്കിൽ 10:30 വരെ 1.5 മണിക്കൂറിൽ കൂടുതൽ ഒരു സ്റ്റഡി സെഷൻ കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത്. ആ 1.5 മണിക്കൂറിൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക. ഒരു 40 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഓക്കെ, അതിൽ ഞാൻ പഠിക്കുമെന്ന് മാത്രം എഴുതി വെച്ചാൽ പോരെ, എന്ത് പഠിക്കും എന്ന് എഴുതണം. അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കൂട്ടിയാണ് നിങ്ങളുടെ ബാച്ചിലെ ടൈം ടേബിൾ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്ലസ് 2 ബാച്ചിൽ ജോയിൻ ചെയ്തവരാണ്, അന്ന് നിങ്ങൾക്ക് കാണാനുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇന്ന് കാണാനുള്ള May 2 കാണാനുള്ള വീഡിയോസ് ആണുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും തോന്നിയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ SLC ബാച്ചാണോ വാട്ടെവർ, ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ച SLC ബാച്ചാണ്, പ്ലസ് 2 ഇയർ ബാച്ചാണ്, നിങ്ങൾക്ക് അതിൻ്റെ ടൈം ടേബിൾ ഉണ്ടാവും. അതാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓൾറെഡി പെൻഡിങ് ആയിട്ടുള്ള നിങ്ങൾ കാണേണ്ടിയിരുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാത്തതുകൊണ്ട് അതും നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രീഡമാണിത്. പക്ഷേ മിനിമം അന്നത്തെ ടൈം ടേബിളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് കണ്ടിരിക്കണം. അത് ഫസ്റ്റ് തന്നെ കണ്ടു തീർന്നാൽ പരിപാടി തീർന്നു, അന്ന് ചെയ്യാനുള്ള കാര്യം തീർന്നു. ഓക്കെ, അപ്പോൾ ആ ലേണിംഗ് വീഡിയോസാണ് നിങ്ങളിവിടെ ഫസ്റ്റ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏത് ലേണിംഗ് വീഡിയോസാണ് നിങ്ങൾ ആ 1.5 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ലേണിംഗ് വീഡിയോസിൻ്റെ ലെങ്ത് നിങ്ങൾ ആപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഉണ്ടാവണം. എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, ഏത് ചാപ്റ്ററിൻ്റെ ഏത് ഭാഗമാണ്, ഏത് വീഡിയോസാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇനി റിവിഷൻ ചെയ്യുകയാണ്, ഏത് ചാപ്റ്ററിൻ്റെ ഏത് ഭാഗമാണ് നിങ്ങൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ വീഡിയോസാണ് അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ്സാണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. ഇനി നോട്ട് ഉണ്ടാക്കാനാണ് പ്ലാനിങ്, ഏതൊക്കെ ചാപ്റ്ററിന്, അത് കൃത്യമായിട്ടുണ്ടാവണം. 10:30 ആകുമ്പോൾ നിർത്തും വേണം. സാർ തീർന്നില്ല, കുഴപ്പമില്ല, മതി. 10:30 ആകുമ്പോൾ അടുത്ത പരിപാടി ഇൻസ്റ്റാഗ്രാം നോക്കുക. എഴുതിക്കോ, 3/4 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം നോക്കിക്കോ, ഒരു വിഷയമായില്ല. പക്ഷേ 3/4 മണിക്കൂറാകുമ്പോൾ നിർത്തിക്കോണം. ഇനി സാർ എനിക്ക് കുറച്ചും കൂടി നോക്കണം, നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾ കൂട്ടിക്കോ. നിങ്ങൾ 1 മണിക്കൂറാക്കണം, 1 മണിക്കൂർ ആകുമോ. അപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ ടൈം ടേബിൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങൾ എഴുതുക, അത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹം ജീവിതത്തിൽ
എല്ലാ ദിവസവും 6 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം നോക്കി എഴുതി വെച്ചോ. പക്ഷേ അപ്പോൾ ബോധം ഉണ്ടാവണം, അത് നിങ്ങളെ എവിടെ എത്തിക്കാൻ പോകുന്നില്ല. അതുണ്ടായാൽ മതി, ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. യൂട്യൂബ് നോക്കണം, നോക്കിക്കോ, വെറുതെ ഇരുന്ന് കണ്ടോ. പക്ഷെ അത് ഷെഡ്യൂൾ ചെയ്യുക, ഗെയിം കളിക്കണം, വാട്ടെവർ ഷെഡ്യൂൾ ചെയ്ത് കളിച്ചു. 12 മണിയാകുമ്പോൾ നിർത്തുക, 12 1 മണിയാകുമ്പോൾ വീണ്ടും അടുത്തൊരു പടി സെറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിങ്ങനെ ഫോളോ ചെയ്യാനല്ല പറയുന്നത്, സ്പെസിഫിക് ആക്കുക, മാക്സിമം സ്പെസിഫിക്. ലഞ്ച്, പിന്നെ അതിൻ്റെ ഉറക്കം എല്ലാം സ്പെസിഫിക് ആയി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരം, അതായത് നിങ്ങളുടെ ആഗ്രഹം പ്രകാരം എത്ര ടൈം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്, എത്ര ടൈം നിങ്ങൾക്ക് ചില്ലടിക്കാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് പഠിക്കാനുള്ള ചില്ലടിക്കാനുള്ള സമയം പ്രോപ്പറായി കിട്ടുന്നില്ല എന്ന് തോന്നുന്നു, ചില്ലടിക്കാനുള്ള സമയം കൂട്ടുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അത് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യാൻ പറ്റും. മറ്റൊരാൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയ ടൈം ടേബിൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ്ലി ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഉണ്ടാക്കിയ ടൈം ടേബിൾ, നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഉണ്ടായ ടൈം ടേബിൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ ആഗ്രഹമാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന ലോജിക്ക്, ആ ഒരു അണ്ടർലൈൻ ഫിലോസഫി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് പ്രാക്ടിക്കലി വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എത്ര മാത്രം ചെയ്താൽ പോരാ, പ്രാക്ടിക്കലി നിങ്ങൾ ഈ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരും. അതിൽ ഫസ്റ്റ് കാര്യം, എപ്പോൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കണം എന്നാണ്. അതായത് നാളത്തേക്കുള്ള ടൈം ടേബിൾ ഞാൻ എന്നാണ് ഉണ്ടാക്കേണ്ടത്. മക്കളെ, നാളെ നിങ്ങൾ ഫോളോ ആണെന്ന് ടൈം ടേബിൾ നാളെ രാവിലെ എണീറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കാൻ നോക്കിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം 100% ഞാൻ പറയുകയാണ്. മിനിമം ഒരു ദിവസം മുൻപെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ഇനി വേണം നിങ്ങൾക്ക് ഒരു വീക്കിൻ്റെ മൊത്തം ടൈം ടേബിൾ ഉണ്ടാക്കാം, പക്ഷെ അതൊന്നും അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. മാക്സിമം 2-3 ഡേയ്സ് അങ്ങോട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ആ 2-3 ഡേയ്സിന് ഫുൾ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്ന് എന്താണ് ഏകദേശം ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ മതി. അത് നമ്മുടെ ബാച്ചിൽ, നിങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത ബാച്ചിലെ ടൈം ടേബിൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾ ഗൈഡ് ചെയ്യും. അതപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാക്കുക. സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ടേബിൾ അടുത്ത ദിവസമെങ്കിലും ഉണ്ടാക്കണം. സ്പെസിഫിക് ആയിരിക്കണം, ഓരോ ടൈം സ്ലോട്ടിൽ എന്ത് ചെയ്യണം. നെക്സ്റ്റ് കാര്യം, സമയം, ലെഷറിനുള്ള സമയം നിങ്ങൾ കാണണം. ഇപ്പം ഫോർ എക്സാമ്പിൾ, സാർ എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് ചെയ്താൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ജീവിതം ഒരു മെക്കാനിക്കലായി പോലെ. മെക്കാനിക്കലാക്കണ്ട, നിങ്ങൾ ഇടയ്ക്കൊരു ടൈം സ്ലോട്ട് കൊടുത്ത് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്നും കൊടുക്കണ്ടായില്ലേ. 2 to 4 നത്തിങ്, ബ്ലാങ്ക്, എന്ത് വേണം ചെയ്തു. പക്ഷേ വീണ്ടും അതിനൊരു സമയം ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇതിലൊന്നും പോയിന്റ് ഇല്ല. നിങ്ങൾ വിചാരിക്കുകയാണ് സാർ മെക്കാനിക്കലാവും, നിങ്ങൾക്ക് ആഗ്രഹമുള്ള പോലെ മെക്കാനിക്കലാവുന്ന ഈ ടൈം ടേബിൾ പ്രകാരം. വേറെ ആർക്കും ആഗ്രഹമുള്ള പോലെയല്ല. ഓക്കെ, നിങ്ങളെ റോബോട്ട് പോലെ ആരും ട്രീറ്റ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഫ്ലെക്സിബിലിറ്റി വേണം. അതായത് നിങ്ങൾ ആക്ച്വലി ഈ പ്രാക്ടിക്കലി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ രാവിലെ ഒരു 10 മണിയാകുമ്പോഴായിരിക്കും നിങ്ങളുടെ കസിൻ വല്ലതും വീട്ടിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയാൻ പറ്റും, ഇരിക്കുന്നു ചാപ്റ്റർ 1 ലേണിംഗ് വീഡിയോ 5, ആൾക്കാർക്ക് നിങ്ങൾക്ക് കിളി പോയി എന്ന് വിചാരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ടൈം ടേബിൾ നിങ്ങൾ ആ ഡേ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ പലരും ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക്, ഇത് മുന്നത്തെ ടൈം ടേബിൾ തെറ്റി, അപ്പം ഇന്ന് ഫുള്ള് തെറ്റി. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ളത് മാറ്റിയാൽ പോരെ, മോഡിഫൈ ചെയ്താൽ പോരെ. അപ്പോൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഒരിക്കലും ഒരു എക്സ്പെക്ട് ചെയ്യരുത് ഓരോ ദിവസം ടൈം ടേബിൾ നിങ്ങൾ 100% ഫോളോ ചെയ്യാൻ പറ്റും. മിക്ക സമയത്തും എല്ലാ ദിവസവും ടൈം ടേബിൾ ഒരു 80% നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ ഒരു സക്സസ് ആയിട്ട് നിങ്ങൾ കരുതുക. പിന്നെ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക, നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കസിൻ വന്നു 10:30 ആകുമ്പോഴത്തേക്കും കസിൻ പോയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠനം നിങ്ങൾക്ക് അരമണിക്കൂർ കിട്ടിയുള്ളൂ. ഇറ്റ് ഈസ് ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബ്രേക്ക് എടുക്കുക, എന്നിട്ട് ഇടയിൽ എന്ത് ചെയ്യുക, അപ്പം തന്നെ മാറ്റുക, അന്ന് തന്നെ മാറ്റുക. ടൈം ടേബിൾ കുറച്ച് എന്താണ് പഠിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലല്ലേ? ആ ഫ്ലെക്സിബിലിറ്റി എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ അത് നിങ്ങൾ നോട്ട്ബുക്കിലാണ് ടൈം ടേബിൾ ഉണ്ടാക്കുന്നത്, നോട്ട്ബുക്കിൽ കറക്ഷൻ വരുത്തുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ആപ്പിലോ അല്ലെങ്കിൽ ഫോണിലെ ഏതെങ്കിലും നോട്ട്സിൻ്റെ ആപ്പിലാണെങ്കിൽ അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഇതാക്കിയാൽ പോരെ. ഓക്കെ, റിവിഷന് വേണ്ടിയിട്ടുള്ള സ്ലോട്ട്സും കരുതണം. എപ്പോഴും പഠിച്ച് മുന്നോട്ട് പോയാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും ഐഡിയലി നിങ്ങളിപ്പോൾ ഇന്ന് ഇത് പഠിച്ചു എന്ന് വിചാരിക്കുക, ഇതിൻ്റെ റിവിഷൻ നാളെ ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു 5 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 6 ഡേയ്സിൽ നിങ്ങൾ ഫസ്റ്റ് റിവിഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് റിവിഷൻ ടൈം ടേബിളിൽ, അല്ലെങ്കിൽ ഈ ടൈം ടേബിളിൽ നിങ്ങൾ ചേർക്കണം, മറന്നു പോകരുത്. എപ്പോഴും പഠിക്കുന്ന മാത്രമല്ല, റിവിഷനും അതിൽ ചേർക്കണം. പിന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെറിയ ദിവസങ്ങൾ കൊടുക്കുക. ഇപ്പോൾ നാളെ നിങ്ങൾക്ക് എന്താണ്, ഒരു സൺഡേ അല്ലെ സാറ്റർഡേ ടൈം ടേബിൾ വേണ്ട, എല്ലാ ദിവസവും ടൈം ടേബിൾ വേണ്ട. നിങ്ങൾക്ക് അന്ന് ആഗ്രഹം ടൈം ടേബിൾ ഇല്ലാതെ ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളങ്ങനെ ജീവിക്കുക. എല്ലാ ദിവസവും ഭയങ്കര മാൻഡറ്ററി ആയിട്ടുള്ള കാര്യമല്ല, നമുക്ക് ജീവിതവും വേണം. ടൈം ടേബിളിൽ അത് ഹെൽപ്പ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ടൈം ടേബിൾ പ്രകാരം എല്ലാ ദിവസവും ഞാൻ ജീവിതകാലം ജീവിക്കുന്നു അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ടൈം ടേബിൾ ഇല്ലാത്ത ദിവസങ്ങൾ കൊടുക്കുക. ഫാമിലി ആയിട്ട് പുറത്ത് പോകണം, എന്തിനാ ടൈം ടേബിൾ വേണ്ട. ഓക്കെ, കൺസിസ്റ്റൻസി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്കുള്ള ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത വരും, നിങ്ങൾക്ക് തീരെ മോട്ടിവേഷൻ ഇല്ലാത്ത അങ്ങനത്തെ അവസ്ഥയിൽ വരും. അത് നാച്ചുറലാണ്.
അതിൻ്റെ അർത്ഥം ഒരിക്കലും എന്നല്ല ഈ ടൈം ടേബിൾ പരിപാടി വർക്ക് ആവുന്നില്ല എന്നല്ല. അത് അന്നത്തെ ദിവസം വർക്ക് ആയില്ല, ചിലപ്പോൾ അടുത്ത ദിവസം വർക്ക് ആവില്ല. പക്ഷെ അത് നിങ്ങൾക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ മോട്ടിവേഷനൊക്കെ തിരിച്ച് കിട്ടും എന്നുള്ളൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ആ ബോധം ഉണ്ടായിരിക്കണം. അല്ലാണ്ട് 2 ദിവസം ഇത് വർക്കായില്ല, അതുകൊണ്ട് ടൈം ടേബിൾ പരിപാടിയിലൊന്നും എൻ്റെ ജീവിതത്തിൽ വർക്കാവില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വർക്കാവില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ പരിപാടി നിർത്തും, പിന്നെ ഒരു പരിപാടി വർക്കാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടയ്ക്കുള്ള ദിവസങ്ങൾ, ചില ദിവസങ്ങളിൽ ഇത് തീരെ വർക്കൗട്ട് ആവാത്ത ലെവലിലേക്ക് വരും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി ഇറ്റ് ഇസ് ഓക്കെ. ഞാൻ ലോങ് ടേമിലേക്കാണ് ചിന്തിക്കുന്നത്, അല്ലാണ്ട് നാളെയും മറ്റന്നാളും മാത്രം അല്ല എൻ്റെ ജീവിതത്തിലുള്ളത്. ഞാൻ ലോങ് ടേമിലേക്കാണ് ചിന്തിക്കേണ്ടത്. ഒരു വർഷമാണ് ഞാൻ മനസ്സിൽ കാണേണ്ടത്. അതുകൊണ്ട് 1-2 ദിവസം പോയാലും എനിക്ക് കുഴപ്പമില്ല, പോട്ടെ. ഞാൻ പിന്നെയും 3-ാം ദിവസം ഞാൻ വീണ്ടും തിരിച്ച് ട്രാക്കിൽ ആവും, അതെനിക്ക് കഴിയും എന്നുള്ളൊരു ബിലീഫ് മതി. ഓക്കെ, ബിലീഫ് ഉണ്ടെങ്കിൽ അത് നടന്നോളും. അപ്പോൾ ആ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 ദിവസമൊക്കെ ഫ്ലോപ്പ് ആയാലും പേടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഇത് എവിടെ എഴുതണം അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്കൊരു നോട്ട്ബുക്കിൽ എഴുതാം, പക്ഷെ അതിനൊരു സ്ഥലം ഉണ്ടാവണം, ഒരു വൃത്തിയുള്ളൊരു സ്ഥലം ഉണ്ടാവണം. ഏതിലും കടലാസിൽ എഴുതുക അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു നോട്ട് പാഡിലോ നോട്ട്ബുക്കിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ആപ്സ് ഉണ്ട് അല്ലേ, അങ്ങനത്തെ കുറേ ആപ്സ് ഉണ്ട്, പ്രൊഡക്ടിവിറ്റി ആപ്സ് എന്ന് പറയും, അതിൽ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫോണിൻ്റെ നോട്ട്സിൻ്റെ ആപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ എഴുതാം. ഓക്കെ, ഞാൻ പേഴ്സണലി നോട്ട്സിൻ്റെ, എൻ്റെ ലാപ്ടോപ്പിൽ നോട്ട്സിൻ്റെ ഒരു ആപ്പിലാണ് എൻ്റെ ടൈം ടേബിൾ എല്ലാ ദിവസവും എഴുതാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കാര്യമല്ല പറയുന്നത്, ഇന്ന് വരെ എനിക്ക് ടൈം ടേബിൾ ഉണ്ട്. ഈ വീഡിയോസ് എടുക്കണം, ടൈം ടേബിളിൻ്റെ വീഡിയോ എടുക്കണം എന്ന് പറയാൻ എൻ്റെ ടൈം ടേബിൾ കിടപ്പുണ്ട് ഇന്നത്തെ ഇതിൽ. അതുകൂടാതെ വേറെയും കുറേ വീഡിയോസ് എനിക്ക് റെക്കോർഡ് ചെയ്യണം, അതൊക്കെ എൻ്റെ ടൈം ടേബിൾ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഒരു ആപ്പിലാണ് ചെയ്യുക. ഡസൻ മാറ്റർ നിങ്ങൾ എവിടെ ചെയ്താലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുക. ഇടയ്ക്ക് വേണം മാറ്റാം. അപ്പോൾ ഞാനും ഇടയ്ക്ക് മാറ്റും. ഇടയ്ക്ക് എനിക്ക് ആ ടൈം ടേബിളിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആപ്പിൽ എനിക്ക് ഇടയ്ക്ക് മടുക്കും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബോറിങ്ങോ. അപ്പോൾ ഞാൻ ആപ്പ് മാറ്റും. അപ്പോൾ അതിലൊന്നും വിഷയമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇടയ്ക്ക് ബുക്കിൽ എഴുതും. അപ്പോൾ അതൊന്നും വിഷയമുള്ള കാര്യമല്ല, അതിലൊന്നുമല്ല കഥ. നിങ്ങൾ ഇത്രേ ആലോചിക്കേണ്ടതുള്ളൂ. നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. അത് പേപ്പറിലേക്ക് ആക്കി അത് ഫോളോ ചെയ്യാം. അണ്ടർലൈൻ പ്രിൻസിപ്പിൾ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ മക്കളെ. പ്രാക്ടിക്കലായി അഡ്വൈസ് ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചെയ്തു തുടങ്ങുക. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും വന്ന് അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊന്നും പറയാനില്ല. ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് ബൈ.